ജിതിൻ മോനെ. കിച്ചുല്ലൻഡി. കിച്ചുലന്റെയോ? ഇതേത് പോച്ച? കിച്ചു ഇല്ലേ ആന്റി? മോനെ കിച്ചു, ദേ ജിതിൻ വന്നിരിക്കുന്നു. ഏത് ജിതിൻ? ഏത് നേരം ഇളിഞ്ഞ ചിരി ചിരിച്ച് വളഞ്ഞ വർത്താനായിട്ട് വരാറില്ലേ ആ മണങ്ങൂസൻ, എന്റെ കൂട്ടുകാരൻ. അവനാ. ഞാൻ അവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്. കിച്ചോടെ ഇല്ലാലോ മോനെ, പോയിട്ട് പിന്നെ വാ. അല്ല അപ്പ അവിടെ എന്തേലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിക്കാനായിരുന്നു. ആണല്ലേ? കുഴപ്പമില്ല, ഞാൻ ഫോൺ വിളിച്ചു നോക്കാം. എടാ, ഞാൻ വീട്ടിലില്ല, പുറത്താ. നീ വന്നിട്ടുണ്ടല്ലേ? അതെങ്ങനെ നീ അറിഞ്ഞു? എന്റെ അമ്മ പറഞ്ഞു. അമ്മ അവിടെ എന്റെ മുന്നിൽ നിൽപ്പുണ്ടല്ലോ. അത് നീ പോയതിനു ശേഷം എന്നെ വിളിച്ച് പറഞ്ഞതായിരുന്നു. പക്ഷെ നിന്റെ ഫോൺ അകത്ത് നിന്ന് റിങ് ചെയ്യണോ ഞാൻ കേട്ടല്ലോ. എടാ പൊട്ടാ, ഞാൻ ഫോൺ വീട്ടിൽ വെച്ച് മറന്നിരിക്കുക. അതെടുക്കാതെ പുറത്തിറങ്ങിയിരിക്കുന്നത്. സോറിടാ, ഞാൻ നീ നുണ പറയാന്ന് കരുതി. നിന്നോടോ ബാല? എന്നാ ഞാൻ പോയിട്ട് നീ ഉള്ളപ്പോ വരാം. ഞാൻ ഉള്ളപ്പോ വാ. ശരി. ഞാൻ പോട്ടെ ആന്റി, അവ ഉള്ളപ്പോ വരാം. ഓക്കെ മോനെ, അങ്ങനെ ആയിക്കോട്ടെ. അതെ മോനെ, അവൻ പോയിട്ടോ. ഇനി ഈ ജന്മത്തവൻ നിന്റെ തിരക്കി വരാൻ വഴിയില്ല. ഒഴിവാക്കിയതാന്ന് മനസ്സിലായി കാണും. അത് നന്നായി. ഓരോരുത്തന്മാരെ ഒഴിവാക്കണതിൽ എന്തെല്ലാം അടവുകൾ ഇറക്കണല്ലേ. പിന്നല്ല ആന്റി, ഞാൻ എന്റെ ചെരുപ്പ് ഇവിടെ എവിടെയോ ഊരി വെച്ച് പോയി. കിച്ചുടാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? മച്ചാനെ, നീ എന്താ ഈ വഴിക്ക്? നീ പുറത്താന്ന് പറഞ്ഞിട്ട്? പുറത്തായിരുന്നു. പിന്നെ ഫോൺ എടുക്കാൻ തിരിച്ചു വന്നതാ. അതെന്തായാലും നന്നായി, നിന്നെ കാണാനായില്ലോ. അതെ അതെ, നീ ചെരുപ്പ് മറന്നു വെച്ചതും നന്നായി. എന്നാ ഇരി. ആന്റി, എനിക്ക് ജ്യൂസ് ഒരു ഗ്ലാസ് മതിയേ. മക്കളൊന്ന് സംസാരിച്ചേരി, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കൊച്ചു കള്ള, ഒഴിവാക്കാൻ നോക്കിയതാണ് അല്ലേ? ഹേയ്, ഒഴിവാവോ എന്ന് നോക്കിയതാ. ഒഴിവാവില്ല. താങ്ക്സ്. ചിലരൊക്കെ അങ്ങനെ പരമപിള്ളേ, എത്ര ഒഴിവാക്കാൻ നോക്കിയാലും ഒഴിവാവേ ഇല്ല.